ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെപ്പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കുവാൻ വാഞ്ചിക്കുവാൻ. യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച ദൈവവേദലെ, രക്ഷിക്കപ്പെട്ട ദൈവവേദലെ, നമുക്കിനിയും രക്ഷയിൽ വളരേണ്ടതുണ്ട്. യേശുവിനെ പോലെ ആകുവാനാണ് ദൈവം നമ്മെ വിളിച്ചത്. യേശുവിൻ്റെ വിശുദ്ധിയിലേക്ക് വളരാനാണ് ദൈവം നമ്മെ വിളിച്ചത്. അവൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ, തൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. വിശ്വാസത്താൽ യേശുവിനെ സ്വീകരിച്ച നാം ഓരോരുത്തരും ആ രക്ഷയുടെ വളർച്ച അത് പ്രവൃത്തിയിലൂടെ വെളിപ്പെടുത്തേണ്ടതുണ്ട്. വിശ്വാസത്താൽ വീണ്ടും ജനിച്ച നിങ്ങളുടെ ആത്മമനുഷ്യൻ ഒരു വ്യക്തിത്വമായി ജീവനുള്ള ഒരു കല്ലായി രൂപപ്പെടേണ്ടതുണ്ട്. ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ യേശുവിൻ്റെ അടുക്കൽ നാം ഓരോരുത്തരും വന്നിരിക്കുകയാണ്. ആ കല്ലിനോട് ചേർന്നിരിക്കുന്ന നാം ഓരോരുത്തരും ജീവനുള്ള കല്ലുകളാകണം എന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിന് നമുക്കൊരു വളർച്ച ആവശ്യമാണ്. യേശുവിൻ്റെ വിശുദ്ധി പ്രാപിക്കുവാനാണ് ദൈവം നമ്മെ വിളിച്ചത്. അങ്ങനെ വളരണമെങ്കിൽ നാം ചിലത് നീക്കിക്കളയേണ്ടതുണ്ട്. ദൈവം പുതുവീഞ്ഞ് പകരാൻ ആഗ്രഹിക്കുന്നത് പുതിയ തുരുത്തിയിലാണ്. സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞാൽ നിങ്ങൾ വളരും. അതിലേതെങ്കിലും ഒന്ന് വിട്ടുകളയാതെ അകത്ത് വേര് പിടിച്ചാൽ അത് നിങ്ങളുടെ അകത്തെ മനുഷ്യൻ്റെ വളർച്ചയെ ബാധിക്കും. അവർ വേണ്ടതുപോലെ പുഷ്ടിയോടെ വളരുവാൻ കഴിയാതെ വരും. അങ്ങനെ പാപവഴികളെയൊക്കെ ഉപേക്ഷിച്ച് ഒരു പുതിയ സൃഷ്ടിയായി പുതുക്കം പ്രാപിച്ച ഒരു അനുഭവത്തിൽ ക്രിസ്തുവിനോട് ചേരുമ്പോഴാണ് നാം ജീവൻ പ്രാപിക്കുന്നത്, ജീവനുള്ള കല്ലുകൾ എന്ന പോലെയാകുന്നത്. പ്രിയപ്പെട്ടവരെ, പാപം ചെയ്യുന്നിടത്തോളം നാൾ നാം പാപത്തിൻ്റെ ദാസന്മാരാണ്. എന്നാൽ വചനത്തിൽ നിലനിൽക്കുന്നവർ വാസ്തവമായി യേശുവിൻ്റെ ശിഷ്യരാകും, സ്വാതന്ത്ര്യം പ്രാപിക്കും. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. അതുകൊണ്ട് ഇന്ന് പകൽ രക്ഷയ്ക്കായി വളരുവിൻ എന്ന പരിശുദ്ധാത്മാവ് ആഹ്വാനം നൽകുകയാണ്. ആത്മീയ വളർച്ച പ്രാപിക്കുവിൻ. ശിശുവായിരുന്നാൽ നാം ദാസരേക്കാൾ വിശേഷതയുള്ളവരല്ല. എന്നാൽ നാം വളർച്ച പ്രാപിക്കുമ്പോഴാണ് നാം അവകാശികളായിത്തീരുന്നത്, പുത്രന്മാരായിത്തീരുന്നത്. പുത്രൻ എന്നേക്കും വീട്ടിൽ വസിക്കും. പ്രിയപ്പെട്ടവരെ, പാപത്തിൻ്റെ വഴികളെ ഉപേക്ഷിച്ച് പാപസ്വഭാവങ്ങളെ ത്യജിച്ച് വചനമാകുന്ന മായമില്ലാത്ത പാല് കുടിച്ച് രക്ഷയ്ക്കായി വളരാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.